യഥാർത്ഥത്തിൽ തുടക്കം മുതലേ രമേശ് ചെന്നിത്തലയുടെ നിലപാട് നമ്മളെല്ലാവരും കേട്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ശക്തമായ നടപടി ആവശ്യപ്പെട്ട കോൺഗ്രസിലൊരു നേതാവായിരുന്നു രമേശ് ചെന്നിത്തല. മറ്റൊരു നേതാവാണ് കെ മുരളീധരൻ. ആ രമേശ് ചെന്നിത്തല ഇന്നലെ പാലക്കാട് ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അയാൾ വായ തുറക്കാതിരിക്കാനുള്ള ബഹളവും മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റവും ബോധപൂർവം ഷാഫി ടീം ചെയ്തില്ലേ? ഷാഫിയുടെ അനുയായികളല്ലേ എവിടെ ചെയ്ത്? നിങ്ങൾക്കെല്ലാം അറിയുന്നതല്ലേ. അപ്പോൾ അത് ബോധപൂർവമാണ്. രമേശ് ചെന്നിത്തല ഇനി എന്തെങ്കിലും കടുത്ത കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കളയും എന്നത് മനസ്സിലാക്കിയിട്ടാണ് പാലക്കാട് കോൺഗ്രസിൻ്റെ ഷാഫിയുടെയും രാഹുലിൻ്റെയും അനുയായികൾ അയാളെ പത്രക്കാരോട് സംസാരിക്കാൻ അനുവദിക്കാതെ ബഹളമുണ്ടാക്കി മാധ്യമങ്ങളെ കയ്യേറ്റം ചെയ്ത്. അതാ ഞാൻ പറഞ്ഞത്, ഒരു കൊട്ടേഷൻ സംഘമാണ് ഇവരുടെ ചുറ്റും നിൽക്കുന്നത്. ആ കൊട്ടേഷൻ സംഘം, അവർക്ക് മാധ്യമപ്രവർത്തകരും ഇല്ല അവരുടെ മുമ്പിൽ, അവരെ മുമ്പിൽ വനിതകളുമില്ല. ആരെയും കൈകാര്യം ചെയ്യും ഞങ്ങൾ ആരെയും കൊലപ്പെടുത്തും, ആരെയും ആക്രമിക്കും എന്ന സന്ദേശമാണ് ഇന്നലെ കുത്തനൂരിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ ഉണ്ടായിട്ടുള്ള കയ്യേറ്റം.